ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാൻ തണ്ണിമത്തൻ കൊണ്ടുണ്ടാക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു തണ്ണിമത്തൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ഞാനിവിടെ ചേർക്കുന്നത്. എൻ്റെ കയ്യിൽ പഞ്ചസാരപ്പൊടി ഉള്ളത് കൊണ്ട് അത് ചേർത്താണ്, അതല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. ഇനി അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ പാൽ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ പീസസ് ആയിട്ട് അതിന് അരിഞ്ഞിട്ടുള്ളത്, എന്നാലും ഒന്നുകൂടെ ഈ തണ്ണിമത്തനൊന്ന് ഉടച്ചെടുക്കാം. അപ്പോഴേ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ ഞാനിവിടെ 1 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് സ്ട്രോബെറി മിക്സ്, ടൈഗറിൻ്റെ സ്ട്രോബെറി മിക്സാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതൊരു 1/2 ടീസ്പൂണോളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഈ സ്ട്രോബെറി മിക്സും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ തന്നെ കുറച്ച് കസ്കസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തണ്ണിമത്തൻ എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കി കുടിക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇങ്ങനെ ജ്യൂസാക്കി കുടിക്കുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ്സും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ തണുത്ത പാലും തണ്ണിമത്തനും തണുപ്പായിരുന്നു, അതുകൊണ്ട് പിന്നെ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിന് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.